മാഡം നമസ്കാരം മാഡം. ഇന്നലെ നമ്മൾ ചോദിച്ചില്ലേ, അതിൻ്റെ ഒരു ചെറിയ ഉത്തരവാണ് ഞാൻ ഈ സ്കെച്ചിലൂടെ. മറ്റേത് നമ്മുടെ കമ്പനിയുടെ സോഫ്റ്റ്വെയർ, ഇത് നമ്മൾ സ്കെച്ചപ്പിൽ വരയ്ക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് മാഡം ഇന്നലെ ചോദിച്ചത് ഒരു വാട്ടർ പ്യൂരിഫയർ. ഇപ്പം ഈ യൂണിറ്റ് ഇതുണ്ടോ, വാട്ടർ പ്യൂരിഫയറിൻ്റെ യൂണിറ്റ് പോകുന്നത് ഇതുണ്ട്. ഇതൊരു കോർണർ യൂണിറ്റാണ്. ഈ കോർണർ യൂണിറ്റിനകത്ത് ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇതുപോലെ തന്നെ ഒരു കോർണർ യൂണിറ്റാണ്. ഈ കോർണർ യൂണിറ്റ് അതിലോട്ടാണ് നമ്മുടെ ഈ വാട്ടർ പ്യൂരിഫയറിൻ്റെ യൂണിറ്റ്. ഇതുണ്ട്, വാട്ടർ പ്യൂരിഫയറിൻ്റെ യൂണിറ്റ് ഇതുപോലെ തന്നെ അകത്ത് ബേസ് കാണത്തില്ല, ഇതിനകത്തായിരിക്കും നിൽക്കുന്നത്. അപ്പം ഈ ഇപ്പം പറഞ്ഞില്ലേ, ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പം ഇത് കണ്ടോ, ഇതിങ്ങനെ കോർണറായി പോകും. നമ്മളിത് ഇങ്ങോട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ യൂണിറ്റ് നീളമുള്ള യൂണിറ്റ് എടുത്താൽ ഇതിൻ്റെ ഡോറ് തുറക്കാൻ പറ്റാതായി പോകും. ഈ യൂണിറ്റ്, അതാണ് ഈ കോർണർ യൂണിറ്റ് എന്ന് പറയുന്നത്. സാധാരണ യൂണിറ്റ് പോലെയല്ല, അതിന് ഒരു മുഖം കാണും. ആ മുഖത്തിലോട്ടായിരിക്കും പോയി വേറൊരു യൂണിറ്റിൻ്റെ ബോഡി പോയി ഇതാവുന്നത്, കണക്റ്റ് ആവുന്നത്. ഇത് കണ്ടോ, ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. ഇതുണ്ടോ, ഈ ഇവിടെ ഒരു മുഖമുണ്ട്. ഇതുണ്ടോ, ഇതിൽ പോയാണ് അറ്റാച്ച് ആവുന്നത്. അതുകൊണ്ടാണ് അതിന് കോർണർ യൂണിറ്റ് സ്പെസിഫിക് ആയിട്ട് ഒരു യൂണിറ്റ് ഇരുന്ന് അടുത്ത യൂണിറ്റിലോട്ട് കണക്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് അത് വരുന്നത്. അപ്പോൾ നമ്മുടെ ആ യൂണിറ്റ് അവിടെ വേറെ, ഈ കോർണർ യൂണിറ്റ് അല്ലാതെ വേറൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് സിങ്ക് ഞാൻ മാക്സിമം റൈറ്റിലോട്ട് എടുത്താണ് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് വേണമെങ്കിൽ ഞാനിതൊന്ന് കാണിക്കാം. ഇത് നമ്മുടെ സിലിണ്ടർ യൂണിറ്റ്. ഇത് 3 ഷെൽഫ്, 2 സ്മോള്, മൂന്നാമത്തത് മീഡിയം, 2D പുള്ളൗട്ട്, അതേപോലെ തന്നെ ബോട്ടിൽ റാക്ക്. ഇത് വേസ്റ്റ് ബിൻ ആണെങ്കിൽ വേസ്റ്റ് ബിന്ന്. ഇത് ഞാൻ ജസ്റ്റ് പടത്തിനകത്ത് ഇത് ഇട്ടിട്ടേ ഉള്ളൂ. അത് ഞാൻ കുറച്ചും കൂടെ കഴിയുമ്പം അത് ഏതൊക്കെയാണ് കറക്റ്റായിട്ട് ഒന്നും കൂടെ കൺഫേം ചെയ്യും. കോർണർ യൂണിറ്റ്, 3 ഡോറിൻ്റെ സ്റ്റോറേജ് യൂണിറ്റ്. പിന്നെ സ്റ്റോറേജ്, വാട്ടർ പ്യൂരിഫയർ, കോർണർ, GTPT യൂണിറ്റ്. ഇത് വയർ ഷെൽഫാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ ഇരുന്ന് എടുക്കുന്നതാണ്. നമ്മുടെ കമ്പനിയുടെ രീതിയിലുള്ള സാധനം നമുക്ക് കിട്ടത്തില്ല. ഇതെല്ലാം ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റോറേജ് യൂണിറ്റ് 2 ഗ്ലാസ് ഡോറ്, കോർണർ യൂണിറ്റ് ഗ്ലാസ് ഡോർ ഇട്ടിട്ടില്ല. ഇതാണ് ഇതിൻ്റെ രീതി. ഇത് ഞാൻ വരയ്ക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇതിൻ്റെ ഇലക്ട്രിക് പോയിന്റ്, പ്ലംബിംഗ് പോയിന്റ്, ഇതൊക്കെ ഒന്നെങ്കിൽ ഓട്ടോകാഡിൽ വരയ്ക്കും, അല്ലെങ്കിൽ സ്കെച്ചപ്പിൽ വരയ്ക്കും. അപ്പോൾ സ്കെച്ചപ്പിൽ തന്നെ അങ്ങ് വരച്ചേക്കാം. സ്കെച്ചപ്പിൽ കുറച്ച് സമയം എടുക്കും, ഓട്ടോകാഡ് കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പം ഇതിലാവുമ്പം കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ സമയം എടുക്കണം. അതാണ് ആ താമസം വരാനുള്ള കാരണം. അപ്പം ഞാൻ ഇതിനകത്ത് ഇനി ബാക്കിയുള്ള നമുക്ക് ഇലക്ട്രിക് പോയിന്റ്, പ്ലംബിംഗ് പോയിന്റ്, ഗ്യാസ് പൈപ്പ് ലൈൻ ഉണ്ടെങ്കിൽ അത്, അതേപോലെ തന്നെ നമ്മുടെ ഗ്രാനൈറ്റ് എത്ര മെഷർമെൻറ്റ്, ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ ഈ സ്കെച്ചപ്പിൽ വരച്ചെടുക്കും. അപ്പം അത് എന്നിട്ട് കസ്റ്റമർ ഡ്രോയിങ് ആയിട്ട് തന്നെ കൊടുക്കും. ഓക്കെ മാഡം, താങ്ക് യു.